നമ്മളെല്ലാവരും എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിക്കാൻ പോകുന്നത്? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലേ? എന്നാൽ ഹൃദയത്തിന്റെ ചില മാരകമായ അവസ്ഥകൾ ഒരിക്കലും ലക്ഷണങ്ങൾ പുറത്തേക്ക് ഉണ്ടാക്കാറില്ല. ലക്ഷണങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസ്ഥകൾ കണ്ടുപിടിക്കാൻ വൈകുകയാണ്. അപ്പോഴേക്ക് അസുഖം വല്ലാതെ മൂർച്ഛിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മളെ ട്രാപ്പ് ചെയ്യുന്ന, നമ്മളെ പറ്റിക്കുന്ന 3 ഹൃദ്രോഗങ്ങളെ കുറിച്ച് ഇന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഹൃദയം ബലം കുറയുന്ന ഒരവസ്ഥ. മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് ഹൃദയത്തിന്റെ മാംസപേശികളുടെ ശക്തി കുറഞ്ഞ് പതുക്കെ ഹൃദയം ഫെയിലിയറിലേക്ക് പോവാണ്, പരാജയപ്പെടുകയാണ്. തുടക്കഘട്ടങ്ങളിൽ പലർക്കും ഒരു ലക്ഷണം പോലും അനുഭവപ്പെടില്ല. അവസാനം പമ്പിങ് കുറഞ്ഞ് വല്ലാത്തൊരവസ്ഥ എത്തുന്ന സാഹചര്യത്തിൽ കിതപ്പോ മിടിപ്പോ കാലിൽ നീരോ സംഭവിക്കാം. പക്ഷേ അപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഹാർട്ട് ഫെയിലിയർ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നമ്മളെ ബാധിക്കാവുന്ന ഒരു അവസ്ഥയാണ്. രണ്ടാമത്തത് ഹൃദയത്തിന്റെ ഇലക്ട്രിസിറ്റി താളം തെറ്റുന്ന ആളുകൾക്ക് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ അകത്ത് ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടുകയും കുറയുകയും ചെയ്യും. ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന അവസ്ഥയുള്ളവർക്ക് പെട്ടെന്ന് സ്ട്രോക്ക് സംഭവിക്കാം, ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകാം. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ താഴ്ത്ത അറകളിലെ താളമിടിപ്പ് തെറ്റുമ്പോൾ ചില ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് തുടക്കത്തിൽ ഇതിന്റെ ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തെ അവസ്ഥ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. നിങ്ങൾക്കറിയോ, 45% ഹാർട്ട് അറ്റാക്ക് രോഗികൾക്കും നെഞ്ചുവേദനയേ ഉണ്ടാവുന്നില്ല. വേദന അറിയിക്കുന്ന ഞരമ്പുകൾ അവർക്ക് നശിച്ചു പോയിട്ടുണ്ടാവും. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ദീർഘകാലമായി പ്രമേഹമുള്ളവർക്കും സ്ത്രീകൾക്കും പ്രായം ചെന്നവർക്കും തന്നെയാണ്. നമ്മളിൽ ഒരാൾക്ക് നെഞ്ചുവേദന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ചികിത്സക്ക് എത്തിപ്പെടുള്ളൂ. നെഞ്ചുവേദന ഇല്ലാതെ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചാൽ ആ വ്യക്തി കറക്റ്റ് സമയത്ത് ചികിത്സ എടുക്കാത്തത് കാരണം മരണസാധ്യത 4 ഇരട്ടിയിലധികം വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ പമ്പിങ് കുറഞ്ഞു പോവുകയാണ്. ഞാൻ ഈ മുൻപേ പറഞ്ഞ 3 അവസ്ഥകളും സത്യത്തിൽ വളരെ സാധാരണയായിട്ട് ഞാൻ കാണാറുണ്ട്. വേദനയായിട്ട് വരുന്ന രോഗിയെക്കാളും വേദന ഇല്ലാതെ സൈലന്റ് ആയിട്ട് വരുന്ന ഹൃദ്രോഗങ്ങളാണ് ഞാൻ കൂടുതലും കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അവരുടെ ഹൃദ്രോഗത്തിന്റെ കോംപ്ലിക്കേഷൻ സാധ്യതയും മരണസാധ്യതയും ഒരുപാട് കൂടുതലാണ്. കാരണം എന്താണ്? അവർ വൈകി മാത്രമേ അസുഖം മനസ്സിലാക്കുന്നുള്ളൂ. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ 3 അവസ്ഥകളും ചില വ്യക്തികളിൽ ഒരുമിച്ച് വരും. എന്ന് വെച്ചാൽ പ്രമേഹമുള്ള ഒരു വ്യക്തിക്ക് സൈലന്റ് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കും. അതിൽ നിന്ന് പതുക്കെ സൈലന്റ് ആയിട്ട് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവാണ്, ഹാർട്ട് വീക്ക് ആവുകയാണ്. ഹാർട്ട് വീക്കായി കഴിയുമ്പോൾ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്, താളം തെറ്റിൽ വരികയാണ്. ഇങ്ങനെ 3 കൂടെ ഒരുമിച്ച് സംഭവിക്കുമ്പോഴുള്ള അപകടം പറയേണ്ട ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഹൃദ്രോഗ മരണങ്ങളിൽ കൂടുതലും സംഭവിക്കുന്നത് ഒരു ലക്ഷണവും ഇല്ലാത്ത വ്യക്തികൾക്ക് തന്നെയാണ്.